ഈ റൂമിലുള്ള ഒരാൾ ഈ വാക്യത്തിനകത്ത് കണക്റ്റഡ് ആയിരിക്കും. സോ യു നീഡ് ടു ഗോ, എനിബഡി ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഫൈൻഡ് ദാറ്റ് പേഴ്സൺ, ഗെറ്റ് ദാറ്റ് ട്രെഷർ. റെഡി? ഇടയ്ക്ക് ആരെങ്കിലും ഉറങ്ങുന്നോ എന്ന് തോന്നിയുണ്ടോ ഫസ്റ്റ്? ഓക്കെ ആണോ ഫസ്റ്റ്? കുഴപ്പമില്ലല്ലോ. Shall I read the verse? Isaiah chapter 22 verse 21. Oh, thank you first. Isaiah 22:21. ഇവിടെ വന്നോ? ഓക്കെ, ഞാൻ വെച്ചു നിങ്ങൾ എടുത്ത് വായിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ വായിക്കാം. ഞാൻ അവനെ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ചുകൊണ്ട് അവൻ അരകെട്ടും, നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യേൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്ക് യഹൂദ ഗൃഹത്തിന് ഒരു അപ്പനായിരിക്കും. അതിനകത്തൊരു വേർഡാണ് ആ പേഴ്സൺ കണക്ട് ചെയ്യുന്ന വേർഡ്. ഇത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ വിച്ച് പാർട്ട് വിൽ കണക്ട് എന്ന് ഈസി ആയിട്ട് വായിക്കാം. ദ ലാസ്റ്റ് പാർട്ട്, ഹീ ഷാൽ ബി എ ഫാദർ. പറഞ്ഞാലൊന്നും വർക്കാവില്ല, എനിക്കറിയില്ല. പാസ്റ്റർ കാലെ പിടിച്ചതെല്ലാം കിട്ടുമായിരിക്കും. അവിടെങ്കിൽ ഞാൻ ഒന്നും കാണുന്നില്ല. ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ആസ്ക്. ഐ ഡോണ്ട് നോ പാസ്റ്റർ, എന്തിയാ പാസ്റ്റർ അത്? എനിക്കും അറിയത്തില്ല. പാസ്റ്റർ അടുത്ത് വന്ന് ചോദിക്കുക. കമോൺ, വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമോൺ ഒന്ന് എഴുന്നേറ്റ് ചോദിക്കടാ മോനെ, ആരാടാ? ആരൊക്കെയോ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് കാലെ പിടിക്കുക. ഇവിടുന്ന് ആരുമില്ലേ ചോദിക്കാനൊന്നും? ചോദിച്ചോ. എനിക്കറിയില്ല എവിടെ വന്നോ. ഞാൻ അസണ്ട് ദൂരേന്ന് യാത്ര ചെയ്ത് വരുന്നു. പ്ലീസ്, ട്രെയിൻ കയറിയൊക്കെ വരുന്നവരുണ്ട്. എന്തിയാ ഫസ്റ്റ് ചോദിച്ചവർക്ക് കൊടുത്തോ? ഓക്കെ. കമോൺ, നിങ്ങളെല്ലാവരും പ്രോംപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതിന് താങ്ക് യു. To this family, I believe God has ordained our pastor as a father. അങ്ങനെ ഈ ദേശത്തൊരു ദൈവമനുഷ്യനെ തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. താങ്ക് യു പാസ്റ്റർ ഫോർ ബ്രിങ്ങിങ് ദിസ്. For you all I'm holding this. Okay, looks like a treasure. Okay. You know, this speaks to my heart. Can you hear that? Can we read from this passage? Matthew chapter 13 verse 44. Can I read it for you? And the kingdom of heaven is like unto a treasure hid in a field, the which when a man hath found, he hide, and for joy thereof God, and sell all that he had and buys that field. The kingdom of heaven is like a treasure. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. എല്ലാവരും ഒന്ന് വാതുറന്ന് പറഞ്ഞ നിധി. കേട്ടില്ല? ട്രഷർ. അങ്ങ് ഓൺലൈനിലും പറഞ്ഞ ട്രഷർ. അതൊരു മനുഷ്യൻ കണ്ടു. So I'm going to connect നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. Many people are like, okay pastor, I understand love of God, I am listening to you, linked in Christ, but you know what, this is like a treasure. The problem here is it's hidden. Even though it's like ഞാൻ preach ചെയ്യുന്നു, sing ചെയ്യുന്നു, പക്ഷേ അടുത്തൊരു few minutes get ready with an attitude, with a heart. Father, if it looks like a hidden treasure, I'm ready to find it. ഞാനിത് വചനത്തിൽ കാണുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ ഇങ്ങനെ ഓപ്പൺ ട്രഷർ അല്ല, ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ട്രഷറാണ്. Are you with me? So in that story you will find a man. For sure he found that in a field. I was just imagining, pastor, many a times this man passed by that field. ഒത്തിരി പ്രാവശ്യം ഈ ഫീൽഡിലൂടെ പോയ ആളാ, പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ട്രഷർ പുള്ളിയുടെ കണ്ണി പെട്ടിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ്
hidden. Okay, ആണോ മോളെ? Many times you walk, maybe you may be rushing back to home. You may not even notice what is in the beside the road. But this time, maybe കാല് തട്ടിയതായിരിക്കാം. Somehow he heard a noise. He found the treasure. Are you with me? And he made something very strange. He hid it again. അവൻ വീണ്ടും അത് മറച്ചു. Anybody in this room, please explain why Jesus mentioned that specifically. Like, എന്തിനാ യേശു പറഞ്ഞു അത് മറന്നൊക്കെ പറഞ്ഞു? What kind of impression that gives? Like, എന്തിനാ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഒളിപ്പിച്ചു വെക്കുന്ന എന്തായിരിക്കും? Yeah, for sure he found it. വേറെ ആരും കാണാതിരിക്കും. That's what I was expecting. നമ്മൾ പറയത്തില്ല ഇച്ചിരി അസൂയ എന്നൊക്കെ പറയുന്നത്, ഇത് ഞാൻ ആർക്കും. To me, I had this problem, Lord. Jealousy is not a divine nature, right? Like, so please explain this to me, Father. That I found it's not about being jealous, but being in an attitude that the treasure that I got, I'm not ready to give it away, because to me this is something precious. He is so precious. വേറൊന്നിനും വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒന്ന്. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. He was having this attitude, I'm going to hide this, I'm going to pay the price, and I'm going to come back. Many times more like people do listen, people attend meeting, they may come and say, Pastor, beautiful message, wonderful, just go back, that's it. For them it's just another day, another meeting. I know today the Lord is raising another generation saying, I'm not going to leave this, but I'm going to have it. ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഇവിടെ ഇരുന്ന് കർത്താവിനെ വിളിച്ചിട്ട് തിരിച്ചു പോയി ഉടച്ച് കളയാനുള്ളതല്ല, നിന്റെ ലൈഫിന്റെ ലാസ്റ്റ് ബ്രെത്ത് വരെയുള്ള അങ്ങനൊരു zealous heart ഈ ജനറേഷനിൽ കർത്താവ് നിങ്ങളെ അതിനായി കണ്ടിരിക്കുകയാണ്. ഇതില്ലാതെ ലിങ്ക്ഡിൻ ഒന്നും വർക്കാവത്തില്ല പാസ്റ്റർ. കാരണം ഇതില്ലെങ്കിൽ ഇന്ന് ഇവൻ യേശുവിന് കണക്ട് ചെയ്യും, നാളെ പോയി വേറൊന്നിന് കണക്ട്. If you find this treasure, have it for your lifetime, because this is going to take you to eternity. If you read that verse, he goes on പോവാണ്. I found an emotion on his face. ആ വാക്യത്തിനകത്ത് എന്താ ഉള്ളേ? And for joy. കുഞ്ഞു വാക്യോ, പക്ഷെ നോക്കിക്കേ, speaking to us. Many people experience presence being in church, but there's no. എന്താ പ്രശ്നം എന്നറിയാമോ? അവര് ഫീൽഡേ കണ്ടിട്ടുള്ളൂ, അവര് ട്രഷർ കണ്ടിട്ടില്ല. It's good that you are in this field, roaming around, being around, participating on the platform. Sorry കേട്ടോ, നിങ്ങളെല്ലാം നല്ലതാ. But many a times we being here, we will only see the field, but if you don't see the treasure, കർത്താവചനം അറിയാം. Because he is not listening through this mic, he is listening from our heart. Wow, he went with. There is joy in salvation. അപ്പ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ബ്രദർ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിക്കാൻ കപ്പയും മുളകും ഒക്കെ ഉള്ളൂ, ഭയങ്കര സന്തോഷമായിരുന്നു. Right, Pastor? That's what this generation needs. Some of you guys, the moment I see, even it happened in my life, now I can even
clearly make it out. The moment I see some of you, I can clearly say you miss that joy. But today, Lord is blessing you. നീ ഇവിടെ വന്നത് ചർച്ച് കാണാനല്ല, നീ ഇവിടെ വന്നത് യൂത്ത് മീറ്റിംഗ് കാണാനല്ല, നീ ഇവിടെ വന്നത് ട്രഷർ കൊണ്ടുപോകാനാ. And the treasure is none other than Jesus Christ. Come on, ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടിയോ, കരങ്ങൾ ഉയർത്തിയോ ഒക്കെ. Father, we thank you. Oh, in Gospel of Luke, Jesus says one this, Father, you hid this from wise and intelligent people. ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്യം? ദൈവമേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും, അവർ ഈ ഫീൽഡിനകത്ത് കിടന്ന് ചവിട്ടി തേച്ചിട്ടും കിട്ടാത്തൊരു ട്രഷർ, you were delighted to reveal it to the infants. നമ്മുടെ ഭാഷ പറഞ്ഞ പിള്ളേർക്ക്. കരങ്ങളൊക്കെ ഒന്ന് തട്ടി. Come on youngsters. ജ്ഞാനികൾക്കും വിവേകികൾക്കും. എത്ര പേർ കയറി ഇറങ്ങിയ പ്ലാറ്റ്ഫോം ആണെന്നറിയാമോ? So today for you this is not just a platform, this is a place to love God, because നിങ്ങൾ കാണുന്നത് പ്ലാറ്റ്ഫോം അല്ല, നിങ്ങൾ കാണുന്നത് ഒരു ട്രഷർ ആണ്. Are you tired of a church life? പറഞ്ഞോ മോനെ, ധൈര്യമായിട്ട് പറയടാ. നിന്നെ ദൈവം മീറ്റിംഗ് കൊണ്ടുവന്നത് ദൈവം തൊടാനാവട്ടെ. സിൻസിയറായിട്ട് ഹൃദയം തുറക്കുന്നവരൊക്കെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. You are an anointed man of God. You are sitting with the drum now, but you will stand with the word. പിൻപന്മാരെ മുമ്പന്മാരാക്കുന്നൊരു നല്ല യേശുവിനെ കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് നന്ദി പറയും. അവൻ ഈ ചർച്ചിലെ മീറ്റിങ്ങിന് വന്ന് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസദായകം, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രം, പരിശുദ്ധാത്മാവേ എന്നെ നൽകും, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം. ഓ പരിശുദ്ധാത്മാവേ. If anybody doesn't understand Malayalam, let me explain. Holy Spirit, you're the breath of my life. ഈ കോവിഡ് ഒക്കെ വന്നപ്പോഴേ ആളുകൾ ഇങ്ങനെ ശ്വാസം എടുക്കാൻ പടച്ചില്ലേ? ഈ ട്രഷർ എന്നൊക്കെ പറയുമ്പോൾ കാഷ്വലായിട്ട് എടുക്കല്ലേ. യു ഹാവ് ദിസ് തോട്ട്, വിത്തൗട്ട് യു ഐ കനോട്ട് സർവൈവ്. ഹോളി സ്പിരിറ്റ്, യു ആർ ദാറ്റ് ബ്രെത്ത്. വിത്തൗട്ട് യു എത്ര നാളാണ് ഇങ്ങനെ ഡെഡ് ആയിരിക്കുന്നത്, എത്ര നമ്മളിങ്ങനെ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നത്. ടുഡേ ദ ലോർഡ് ഈസ് ഓപ്പണിംഗ് such a reward. തുറന്നേ തുറന്നേ മോളെ, തുറന്നേ തുറന്നേ മോനെ, നീ ഓപ്പൺ ആയിക്കടാ. Father, Father, Father. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസം, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രം,
പരിശുദ്ധാത്മാവേ എന്നെ നൽകും. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ അധരമാകട്ടെ, തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ മിഴികളാകട്ടെ, തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ. Listen, some of you are struggling. What does that mean? എന്തിനാ നിന്റെ മേൽ ആ കുപ്പായം ഇട്ടതെന്ന് അറിയാമോ? You know why God gave that identity, the new spirit? No longer it's you, it's Christ. ഇനി മേലെ നീ അല്ല, നിന്റെ വാ യേശുവിൻ്റെ വായാണ്. പരിശുദ്ധാത്മാവാകത്തുള്ളവർ പറഞ്ഞ നിന്റെ കണ്ണ്, ഓ ദൈവം നിന്നിലൂടെ കാണുകയാണ്. Can you have that picture, Mane? When you give yourself unto the Lord, He is willing to abide in you and through you. മോക്ക് ചിലപ്പോൾ വലിയ പ്രായമൊന്നും കാണത്തില്ല, but through you, when He looks, you may feel like you may having that mother's heart. When Holy Spirit is abiding in you, your eyes will be like His eyes. അകത്തിരിക്കുന്നവൻ പറയും നിനക്കിത് കാണാൻ പറ്റത്തില്ല. The one who is in you, the anointing will speak to you. You're not supposed to see this. You're not supposed to do this. Instead of man giving you commandments, giving you instructions, He will fill you with love. നീ തന്നെ പറയും, എൻ്റെ യേശു ദുഃഖിപ്പിക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട. എൻ്റെ യേശുവിന് വേണ്ടാത്തൊന്നും എനിക്ക് കേൾക്കണ്ട. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരിടത്ത് എൻ്റെ കാല് പോകണ്ട. പാസ്റ്ററിനെ നിനക്ക് കളിപ്പിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. You cannot hide because He knows you inside out. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ കൈകളാകട്ടെ, തവ സ്പർശം എന്നിലൂടെ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ പാദമാകട്ടെ, തിരുഹിതം പോൽ പോയിടുന്നൽ ഭൂതനാകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസമേ, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രം, പരിശുദ്ധാത്മാവേ എന്നെ നൽകും, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസദ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രം, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ. പറയാമോ? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ. ചേർന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്നിൽ, ഓ പരിശുദ്ധാത്മാവേ എന്നെ
പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ. എൻ ജീവശ്വാസമേ അങ്ങേറെ വേണമേ. എൻ ജീവശ്വാസമേ അങ്ങേറെ വേണം. ചോദിച്ചേ, എൻ ജീവശ്വാസം, എൻ ജീവശ്വാസം അങ്ങേറെ വേണമേ. എൻ ജീവശ്വാസമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. പരിശുദ്ധാത്മാവേ Father, പരിശുദ്ധാത്മാ. Make it a prayer. Oh, lead me, fill me. Oh, പരിശുദ്ധാത്മാ, make me a new person. എന്നെ ഒന്ന് പുത്തനാക്കണേ. പ്രാർത്ഥിച്ച് അപ്പനോട് പറഞ്ഞു, അപ്പൻ ഞാൻ ടയേർഡാണ്, എനിക്കിങ്ങനെ ആളുകളെ പ്ലീസ് ചെയ്ത് ഞാൻ മടുത്തു. Have to please you, Lord. Oh, പരിശുദ്ധാത്മാ. Make it a prayer. പരിശുദ്ധാത്മാ. നിങ്ങളുടെ ജസ്റ്ററിന് ഭയങ്കര മീനിങ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ കൈ വെള്ളം വന്നു. ബിക്കോസ് എൻ്റെ വേർഡ്സിനേക്കാളും പവറാണ് എൻ്റെ ജസ്റ്റ്. ആ മോൻ അന്നേരം മനസ്സിലായി, കയ്യിൽ വെള്ളം എത്തി. സം ഓഫ് യു ആർ സിംഗിങ് ബട്ട് ഡസൻറ്റ് മാച്ച് വിത്ത് യുവർ. പ്രാപിക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? അതെ അതെ, ദാഹം ഉണ്ടെങ്കിലേ ആസ് ദ ഡിയർ panteth for the water. Many times I thought ഈ കൂട്ടിന്നൊക്കെ അഴിച്ചു വിട്ടിട്ട് no, it's mentioned about the deer which is moving through the forest. The situation is not favorable, but the thirst is pushing it. സാഹചര്യം മാൻപേടയ്ക്ക് അനുകൂലമല്ല, പക്ഷെ അകത്ത് കിടക്കുന്ന ദാഹത്തിനകത്തോട്ട് കയറിയപ്പോ, are you still worried about your neighbor? ബ്രേക്ക് ചെയ്തേ, അതിന് ബ്രേക്ക് ചെയ്തേ ബ്രദർ. ഇതിനകത്ത് ചിലരെ അങ്ങനെ കഥാവ് അനോയിന്റ് ചെയ്യാണ്. അപ്പനോട് കരയുമ്പോൾ നീ ആരും നോക്കണ്ട കേട്ടോ, ബാക്കിയെല്ലാം മറന്നേ. He's ready to fill you. കൊതിയുള്ളവനെ കണ്ടാൽ അറിയാം, കർത്താവിനെ അറിയാം. എക്സ്പ്രഷൻ അതൊന്ന് തുറന്നേ. എഴുന്നേക്കാം, നിൽക്കാം, മുഴങ്കാലെ വീഴാം, കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കണം, ചോദിക്കണം. As the deer panteth for the water, so my soul longs after thee. You alone are my heart's desire, and I long to worship you. As the deer panteth for the water, so
my strength. You. Binu sister, Binu sister, ഒന്ന് വന്നേ. ആ ഫ്രണ്ട് റോയില് ആ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. കമോൺ കമോൺ, എല്ലാ കണ്ണുകളും അടച്ച്. Especially second റോയില്, just close your eyes. പ്രാർത്ഥിച്ച്, ആ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. Especially pray, pray, pray. എല്ലാവരും പ്രാർത്ഥിച്ച്. ദാഹമുള്ളവനെ കണ്ടറി, കണ്ടറി, കണ്ടറി. ആരോ ചിലതിനെ ബ്രേക്ക് ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒന്ന് രണ്ട് പേരും കൂടെ റെഡി ആവണേ, റെഡി ആവണേ. Joel, go and pray for that brother. The second one. പ്രാർത്ഥിച്ച്, തലേ കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച്. God has given you authority. പ്രാർത്ഥിച്ച്, പ്രാർത്ഥിച്ച്. Oh, take it, take it. Cry unto him, you alone. You alone are my strength. Where are you, Yeshua? That's right. That's right. Yes. I'm all aboard. Jesus' name, Jesus' name. You know my heart. You alone. You are. ഒന്ന് രണ്ട് പേരെയും കൂടെ പരിശുദ്ധാത്മാവ് തൊടും, ഇപ്പൊ തൊടും. കണക്റ്റ് ആവാത്ത ഒന്ന് രണ്ട് പേരിനകത്ത് ഇരിപ്പുണ്ട്. ഇവ നിങ്ങളിപ്പോൾ തൊടും. പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലിസൺ ദിസ്. ലൂക്ക് 15:8. എ വുമൺ ഹാഡ് 10 silver coins, 10 ദ്രഹ്മ, and she lost 1 piece. And she light a candle and sweep the house and seek diligently till she find it. Again, I want to take this box. I'm so glad about that parable because many a times we do have something similar, but we never realized we lost something. ഈ ദ്രഹ്മ പോയെന്നറിഞ്ഞതാണ് ഈ പാരബിളിന്റെ കീ. കാണാതെ പോയത് എങ്ങനെയായിരിക്കും വുമൺ അറിഞ്ഞത്? We have this character, money, whether it's നമ്മുടെ ട്രഷറൊക്കെ ആയാലും, we just put and sometimes we just, this sound makes us happy, right? We think everything is okay. But you will find 1 out of that 10 is lost only if you open it and count it. നിങ്ങൾ ചിലർ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നത്. Many times people around you are happy because you sound, hallelujah, praise the Lord, sotram sotram. It's good that you're on platform. Again, മക്കളെ നിങ്ങൾ ഗുഡ് ആണ്, അങ്ങനല്ല. People around will be happy when you are active. So you know, the moment you open your heart, sitting here in the presence, when you start counting 1,
2, 3, 4, 5, 6, 7, 8, 9. Appa, I miss something. എന്തോ എവിടോ മിസ്സായ ശുഭജ. എവിടാന്നോ അറിയില്ല. എവിടോ ബിസിയായി ഓടിയപ്പോഴായിരിക്കും, തിരക്ക് പിടിച്ച് നടന്നപ്പോഴായിരിക്കും. Some people do have that love, joy, peace, patience, kindness. എണ്ണി വന്നപ്പോഴാ സെൽഫ് കൺട്രോൾ പോയി. If you are able to open it, the Lord will reveal it to you more. The moment you stop being happy about this, He's ready to help you. ചിലരുണ്ട് പ്രാർത്ഥിക്കാൻ മുമ്പേ വന്നാലും പിടി തരത്തില്ല ഫാസ്റ്റ്. If you are ready to give it unto the Lord, look into that verse. He or she light a candle. Wow. Your word is a light to my feet. അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം. You need this, മക്കളെ. Not just to pick a promised word, but you need this light every day. Every day. And she sweep the house. റീഡ് ചെയ്താൽ മാത്രം പോരാ, പറയും, എടാ അത് നിനക്ക് പറ്റത്തില്ല, മോളെ ഇത് നിനക്ക് പറ്റത്തില്ല. Be yielded. ഹോളി സ്പിരിറ്റാ ചെയ്യിക്കുന്നത് കേട്ടോ. I have a good news. Next verse. കണ്ടുകിട്ടിയാൽ, she found it, she called her friends, neighbors together. Will say, rejoice with me. തിരിച്ചു കിട്ടിയവന്റെ സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. It's happening today. Rejoice with me. വർഷങ്ങളെ എനിക്ക് മിസ്സായ സെൽഫ് കൺട്രോൾ തിരിച്ചു കിട്ടി. മദർ ആൻറ്റി, എനിക്ക് മിസ്സായ പേഷ്യൻസ് തിരിച്ചു കിട്ടി. അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. സ്തോത്രം. യൂഷ്വലി നമ്മൾ ചർച്ച എഴുന്നേറ്റ് എന്ന് പറയുന്നത് എനിക്ക് വിസ കിട്ടി. That's good. God will do that. I'm going to tell about that. See, now she is inviting her neighbors. Someone please help. When they are coming, like neighbors വരുവാണ് വീട്ടിലോട്ട്. I have found the peace which I had lost. അതാ അവളുടെ പാട്ട്, അവളുടെ മെസ്സേജാ. എനിക്ക് കാണാതെ പോയത് എനിക്ക് തിരിച്ച്. Tell me മോനെ, when they are coming from far, ട്രാഫിക്കിനകത്തൊക്കെ കടന്ന് കയറി വരുമ്പോൾ ഈ കയ്യിലെ ഈ പീസ്, ഈ സിൽവർ കോയിൻ ആയിരിക്കത്തില്ല അവരാദ്യം കാണുന്നത്. When they enter the house, they are going to see the house. Verse 8 ഒരു കാര്യം അവൾ ആ വീട്ടിൽ ചെയ്തു. ആ വീട് അവള് അടിച്ചു വാരി, വിളക്കും കത്തിച്ചു വെച്ച്. So when you are entering that house, people are going to see, wow, തന്നെ മോളെ എന്തെങ്കിലും ഫങ്ഷൻ വല്ലതും ഉണ്ടോ? It's a birthday party going to happen or something like a dedication or some function. അവരെല്ലാം വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ, because they never saw this house like this before. ഈ വീട് ഇങ്ങനെ വൃത്തിയായി അവർ ഇതിനു മുമ്പ്
she will tell, well, that's true. But the reason behind all this is this one piece. അപ്പോഴാ അവർ കാണുന്ന, ഓക്കേ, എൻ്റെ ലൈഫിൻ്റെ പല സാഹചര്യങ്ങളും സെറ്റാവാത്ത എന്താണെന്നറിയാമോ? എനിക്ക് മിസ്സായൊരു സംഭവം നീ കണ്ടുപിടിച്ചിട്ടില്ല. തിരിച്ചു പറയും, നീ ലോസ്റ്റ് കോയിൻ ഇന്ന് തപ്പിയെടുത്താൽ he is ready to arrange and settle everything in place. Brother, sister, what I wanted to convey is that when you find him as the treasure of your heart, things are going to be in perfect order. Your job, your career, your studies, because you are placing Jesus at the center. നിനക്ക് പോയത് നിന്റെ കരിയർ അല്ല, നിനക്ക് പോയത് പ്രസൻസ് ആണ്. നിന്റെ ജീവിതത്തിൽ നഷ്ടം ഒന്നും വന്നിട്ടില്ലെന്ന് നീ കർത്താവിനെ പിടിക്കുമ്പോ, nothing is too hard for the Lord. ഇന്ന് എനിക്ക് ആ മെസ്സേജ് ഇവിടെ നിന്ന് പറയുമ്പോൾ ഭയങ്കര ധൈര്യമുണ്ട്. ഇതിനകത്ത് കയറി റീകണക്ട് ചെയ്യുന്ന ചില ജീവിതങ്ങളെ കർത്താവ് റീഇഗ്നൈറ്റ് ചെയ്യാൻ പോവുകയാണ്. It's not just about your spiritual life. He is ready to influence every areas of your life. ചിലരുടെ ചില ആറ്റിറ്റ്യൂഡുകളെ കർത്താവ് മാറ്റുന്നു, ചിലരുടെ ചില ബോഡി ലാംഗ്വേജിനെ കർത്താവ് മാറ്റുന്നു, ചിലരുടെ ജീവിത ശൈലിയെ കർത്താവ് മാറ്റുന്നു. കമോൺ, ആരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? Oh, now she is standing like a victorious person. Many times നമ്മൾ ഈ ബാക്കിയെല്ലാം വർക്ക് ചെയ്യും. പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ ദിസ്, ദാറ്റ്സ് നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ. പാസ്റ്റർ ആൻറ്റി, ഞാൻ അവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കുറച്ച് നേരമൊക്കെ അത് റൈറ്റ് ആവും. പക്ഷെ ഇഫ് യു ആർ ഏബിൾ ടു ബ്രിങ് ബാക്ക് ദിസ് ഇൻ പൊസിഷൻ, when you have this relationship in the right position, when you are connected in Christ, I believe today the Lord is working for you. Heaven is fighting your battle. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി ചിലതിനെ, ഹോ ശബതല രഗതരാർത്ഥനാദന, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി ചിലത്, ഹോ യേശുവിൻ നാമത്തിൽ കുരുങ്ങി കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. Come on. പരിശുദ്ധാത്മാവ് ചില ഏരിയകളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തു. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്തു. ലാഥലബ ശന്ധരാധന റിഗൽഖനാദനാർത്ഥന ശന്ധേരിയാൽ പ്രഭാർത്ഥന ലഗച്ഛരാർത്ഥന. അന്യഭാഷയിൽ പാടിക്കേ. പൊളിഞ്ഞു കടന്ന ചിലതിനെ, ബ്രോക്കണായി പോയ ചിലതിനെ, the Lord is building you up, lifting you up. Come on, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാം കരങ്ങളൊക്കെ ഒന്ന് തട്ടിക്കത്താറ്. ശത്രു കവർന്നുകൊണ്ടുപോയ ചില നന്മകളെ, you thought it's lost, you thought your time is lost, you thought your opportunity is lost, but the Lord today is restoring. നീ
നിന്നെ കൊണ്ട് പറ്റാത്ത എന്തൊക്കെയോ ഇപ്പോൾ കർത്താവ് ഇറങ്ങി നിന്ന് ചെയ്യുന്നു. കമാണ കരങ്ങളൊക്കെ തട്ടിക്കട്ടെ. ജീസസ് നെയിം. ശാന്തലബാരാ ശാന്തരാ തേമെലോറോ ശരച തേൽപ്രബെലോറോ ശരചരാർഥന ലേഖതലോറോ ശരചരാർഥന. ഓ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓൾറെഡി ചിലര് ആരും തലേ കൈവക്കാതെ തന്നെ ദൈവം തൊട്ട ഇതിനകത്തിരിപ്പുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം പരിശുദ്ധാത്മാവ് ആരോടാ ഇതിനകത്ത്. Some of you already experienced His presence today. But today, will you make a move? Will you make a move? I already told this. There's something to do with this gesture. വരിഞ്ഞു മുറുക്കി വെച്ചെടുത്ത് ഒന്ന് പൊട്ടി ഇറങ്ങുന്ന പോലെ ആർക്കെങ്കിലും ഒന്ന് ചലിക്കാൻ പറ്റുമോ എന്ന്? ജീസസ് 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 ജീസസ്. യെസ് യെസ് യെസ്. ആരും ഇപ്പോൾ മിസ് ചെയ്യരുത് കേട്ടോ. മീഡിയയും കൂടെ ഒക്കുവാണെങ്കിൽ റെഡി ആയിക്കോണം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ സച്ച് എ മൊമെന്റ് കേട്ടോ. ലേ കറ്റാൽ പ്രാശ്യാന്തന ലേവറ്റന അർത്ഥന. നിങ്ങൾക്കും ഫ്രീഡം ഉണ്ട് കേട്ടോ. എനിക്കിപ്പോ മ്യൂസിക്കിനേക്കാളും വേണ്ടത് ചില ഈൽഡഡ് വെസൽസ് ആണ് ഇവിടെ. പ്രാർത്ഥിച്ച ആ വീഡിയോയിലും പ്രാർത്ഥിച്ച യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്. അവസ്ഥയെ മാറ്റാൻ ഇന്നും റെസ്പോണ്ട് ചെയ്യും. Will you come closer? ഒന്ന് അടുത്തോട്ട് വരാൻ പറ്റുന്നവരൊക്കെ ഓടി വന്ന് ഓടി വന്ന് പറഞ്ഞേ, എൻ്റെ യേശു വന്നിട്ടുണ്ട്. അവസ്ഥയെ ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ്റെ യേശു വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥയെ ഇന്നും ജീവിക്കുന്നു. ചേർന്ന് വിളിച്ച എൻ്റെ രക്ഷകനെ, എൻ്റെ രക്ഷകനെ, അങ്ങിൽ അഭയം ചൊല്ലുന്നേ.
ജനറേഷൻ, ഈ തലമുറയ്ക്ക് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ ഭാഷ മാറും. Yes, Lord. Do it, Lord. Do it, Lord. Do it, Lord. Thank you, Abba.
Immediately, odiva. Just leave it. Come. Shatala katala thara. Take it. Oh, shatala thara. Prophet, come on, come. Your friend. Ningada time. You're no longer a failure. നീ തോറ്റവനല്ല, നീ ജയിച്ചവൻ. Pray to anoint. The best is for you. Who shall separate us from the love of Christ? The same Paul once wrote, I'm crucified with Christ. ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അത്ര കോൺഫിഡൻസോടെ പറയാൻ കാര്യം കേട്ടോ. It's good that you are soaked in the presence. It's good that you are here in experiencing the power of God. You will carry this. As you stand here, if you can make your mind, your heart, your decision, Lord, I am crucified. ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ. അതിന് നീ ചിലപ്പോൾ ഹൈഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റൊക്കെ പോയെന്ന് വരും. Maybe you may have to set apart. Maybe you may have to sacrifice. Yes, He loved you with a sacrificial love. But today, as you stand here, will you offer your love? In youth session I'm nikkuna, but I feel very confident because the Spirit of the Lord is giving a seriousness. I see some bold decisions. ഈ പട്ടണത്തിൽ നിന്ന് ചിലതിനെ പിശാചി കവർന്നുകൊണ്ടുപോയി. ഈ ട്രഷറിനെ വിട്ടിട്ട്
ഈ വേൾഡിന്റെ ട്രഷർ പിടിച്ച യേശുവിനെ വിട്ടിട്ട് വേൾഡിന്റെ പ്ലഷറിന്റെ പിറകെ പോയ ഒരു ജനറേഷൻ മാറി നിൽക്കുമ്പോൾ the Lord is anointing you. മോളെ നിന്നോടാ പറയുന്നത്, മോനെ നിന്നോടാ പറയുന്നത്. Many people try to hide their secret sins and they're ruined. Today the Lord is so compassionate. He will never let you down because you are trusting in His name. He will never forsake you. നിന്നെ മറന്നു കളയത്തില്ല, നീ പൊട്ടിപ്പോവാൻ സമ്മതിക്കത്തില്ല. ആർക്കെങ്കിലുമൊക്കെ പ്രയർ വേണമെങ്കിൽ വരണേ കേട്ടോ. മോൻ അവിടെ നിന്നു. Stand here, stand here. Come brother, I want you to receive the best. The best. Stand here. Can you just keep that pad on? A C pad on ചെയ്തിട്ട് വരാമോ? എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്. Come, let's hold your hands. Hold your hands. Brothers, ഒന്ന് കൈകളൊന്ന് കോർത്ത് പിടിക്കുക. സിസ്റ്റേഴ്സ്, എനിക്കറിയത്തില്ല മാതാപിതാക്കൾ നിങ്ങൾ എന്തോ അത് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു മൊമെന്റ് കർത്താവ് കൊടുത്തതിനായിട്ട് നിങ്ങൾ നന്ദി പറയണം കേട്ടോ. Those who are watching online, just join. Something great is happening in the city of Toronto, in Kitchener. I mentioned this last weekend. This city will never be the same. ഈ പട്ടണത്തിന് പഴയ പോലെ ആവാൻ പറ്റത്തില്ല. Oh Jesus. Come on, അത്തരം തുറന്നേ. Come on, ചിലരുടെ നാവിൽ പുതിയ ഭാഷകൾ വരുന്നു. Come on, അത്തരം എല്ലാം തുറന്നേ. ഫ്ലഷിനെ നീ ക്രൂസിഫൈ ചെയ്താൽ നീ ജയിച്ചു. നീ ജഡത്തെ ക്രൂശിച്ചാൽ നീ ജയിച്ചു. നീ ആ ലസ്റ്റിനെ പിടിച്ച് ക്രൂശിച്ചാൽ നീ ജയിച്ചു. And I have a good news, you are not alone. നിനക്ക് മുമ്പേ പാപത്തെ ചുമന്നവൻ, രോഗത്തെ ചുമന്നവൻ കർത്താവ് നിന്നെ വിളിക്കുന്നേ. Take it in the Roboshian Terra than the Regartana. Lake it all Roboshian Terra than a Regartana. Oh, I'm going to catch worshippers. 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 Pride in that catch worshippers. Humble I to catch worshippers. Rabathala, Rabashiantana. In the voice of feeble I become. The Lord is strengthening you. Let me take it, Lekatana, Terra Robo Shana Tana, Kana Teprafeno Roshantana, take it, Tana, Shanta Lekatana, Jern brother, yellow shirt to pray. A side in Marnikinele, prophet, a little like a Shantele, Lake a Tolo Provatana. Open out, Eshavanamatin. Father, we thank you. Oh, Rema Shala tell Pramartana. Take it, tell a Roma Loro Pramartana. Katavar Samshevillade at Paparin the Ningle Cherry Paul Pravajanet in the Atmava. Laka tell Pravana Goshian Tella. Lord is anointing you with a mantle of prophetic utterance. Ningle Cherry Pinger at the bold Avaboguno. That's an evangelistic calling. Pastor, through you, many will be raised up as missionaries. യേശുവിനാമത്തിൽ അങ്ങനെ ചിലതിനെ ഇന്ന് പകലിലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി കർത്താവേ.
Wow. Wow. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ആരോ കുഞ്ഞുങ്ങളുടെയൊക്കെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. യെസ്, ആ കൈക്കുഞ്ഞിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച്. Lord is anointing കുഞ്ഞുങ്ങളെ. Thank you, Father. Rosha, take it. Talo, Rosha, tena. Lema, take a siantena. Profoloco, toro, Rasha, tena. Rema, nono, Rosha, tela, tena. ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത്, അതാണ് ഈ ബന്ധത്തിലുള്ളത്. No eyes have seen, no ear has heard, no man has even thought in his heart. That's happening in this relationship. Jesus. ചുടമേലൊക്കെ തീ കത്തുന്നു. ഈ തീ നിന്നെ നശിപ്പിക്കുന്നതല്ല, നിനക്ക് വേണ്ടാത്തതിനെ കത്തിക്കുന്നതാണ്, നിന്റെ അശുദ്ധിയെ കത്തിക്കുന്നതാണ്. Oh Father, we thank you. ഈ നദി നിന്നെ മുക്കുന്ന നദിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന നദിയാണ്. Thank you, Father. Come on. Rele moshal tala. Thank you. Father. ഓൺലൈനിൽ ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യണേ. അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ ചില നാവിനെ തീ പിടിക്കട്ടെ. Thank you, Father. Thank you, Father. പരിശുദ്ധാത്മ പറയുന്നു, യേശു കർത്താവ് നിധിയായി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ അവനും ഒരു നിധിയാണ്. Guys, you are his treasure. മോളെ, heaven is thinking about you. ഈ കിച്ചണറിൽ ഇപ്പോൾ കർത്താവിന് എന്തെങ്കിലും ചിന്തിക്കാനുണ്ടെങ്കിൽ അത് നിന്നെ കുറിച്ചാണെന്ന് His eyes are upon you, മോനെ. Thank you. എനിക്കറിയാൻ ടൈമായെന്നറിയാം, പക്ഷേ it's flowing. അടുത്ത സെഷനിലേക്ക് മേ ബി നമ്മൾ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ കയറാൻ കർത്താവ് കൃപ തരുമായിരിക്കും.
താങ്ക് യു ഫാദർ. ഈ റൂം നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ് give it to the Lord. കർത്താവിന് കൊടുത്തേ. Maybe it's your decision to walk with him. സാൽവേഷന്റെ ജോയ് പോയവർ ഇന്ന് റെസ്റ്റോർ ആയെങ്കിൽ കരമൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി. മേ ബി ഒത്തിരി നാളായിട്ട് ഞാൻ ബാപ്റ്റിസം എടുക്കണോ വേണ്ടയോ. യു നോ വാട്ട്, ഇറ്റ്സ് എ സൈൻ ഓഫ് റിലേഷൻഷിപ്പ്. ഇതിനകത്ത് ആരെങ്കിലും അങ്ങനെ ഡൗട്ടായിരിപ്പുണ്ടെങ്കിൽ ടുഡേ ദ ലോർഡ് ഈസ് ആസ്കിങ് യു. ദാറ്റ്സ് നോട്ട് എ റിലീജിയസ് ആക്ട്, ഇറ്റ്സ് ജസ്റ്റ് വർഷിപ്പ്. യു ആർ ജോയിനിങ് വിത്ത് ഹിം. ഇനി ഹെസിറ്റേറ്റ് ചെയ്യല്ല കേട്ടോ. ഡിസൈഡ് ടുഡേ, I will obey him. But some of you feel like, I want to take one more step. If you give me an opportunity, I will be available for your glory. പ്ലാറ്റ്ഫോമിൽ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഞാനത് ഈ കോയിനിലേക്ക് നോക്കിയത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് I wanted to share this. Sometimes you may look like this coin in his hand. ദൈവത്തിൻ്റെ കയ്യിലെ കോയിൻ ആവാൻ ഇഷ്ടമുള്ളവരുണ്ടോ? Being on the platform looks like ഇങ്ങനെ നോട്ടുകളൊക്കെ ഇല്ലേ, നല്ല കളർഫുൾ $100, $50 ഒക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കും. But many times we ignore this coin. The Lord taught me this. I know this is common here in the place where I'm staying, in the superstores. ഈ കടയിലൊക്കെ പോകുമ്പോൾ to get a trolley you need a coin. അല്ലേ? ഇന്നലെ ഞാൻ ജോയൽ മോനോട് അത് ഷെയർ ചെയ്തു. Right? And many times I went to the shop without this. എൻ്റെ കയ്യിൽ നല്ല by God's grace പൈസയുണ്ട്, കാർഡുണ്ട്. പക്ഷേ ഈ പുള്ളി ഇല്ലാത്തത് കൊണ്ട് I had to carry that weight. I really struggled. But ഇത് എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ വാല്യൂ അല്ല, ഇതിൻ്റെ അവൈലബിലിറ്റി ആണ്. I know the heaven is speaking to you. ആരോ പ്രാർത്ഥിച്ച് യേശുവിനെ എനിക്ക് പാടാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. No. Are you available? കർത്താവിന് ചില ഇടങ്ങളിലൊക്കെ വെയിറ്റ് എടുത്ത് കുഴപ്പമോ. നിങ്ങളുണ്ടെങ്കിൽ being just like a coin, things are going to be different. എനിക്കറിയാം അങ്ങനെ ഒരു ഹാർട്ടുള്ളൊരു ചർച്ച ഇതിനകത്ത്. ആ കരങ്ങൾ തട്ടുമ്പോൾ തന്നെ ഈ സൂപ്പർ സ്റ്റാർ സ്പിരിറ്റ് ഒക്കെ അങ്ങ് താഴെ പോയിട്ട് സെർവന്റിന്റെ സ്പിരിറ്റിനെ at any cost I am available, Lord. ചിലപ്പോൾ ഒരു കേബിൾ വൈൻഡ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിരിക്കും. ഞാനൊരു ടെസ്റ്റിമണി പറഞ്ഞോട്ടെ ഫാസ്റ്റ്. ഞാൻ ഒരു എംബസി ഇൻ്റർവ്യൂവിന് ചെന്നൈയിൽ മോർണിംഗ് അപ്പോയിൻമെൻ്റ് ആണ്. എനിക്കൊരു റിജക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് ടൈം ഐ വെൻറ്റ്. ലോർഡ്, ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തല്ല, ബിക്കോസ് അതിൻ്റെ പിന്നിലൊക്കെ ഒരു ടെസ്റ്റിമണി ഉണ്ട്. ഞാൻ വളരെ ഫ്രീയാണ്. പക്ഷെ ആ മോർണിംഗിൽ ഐ ഡിസൈഡഡ് ടു ലിസൺ എ സെർമൺ. എൻ്റെ ലോക്കൽ ടൗണിൽ പണ്ട് നടന്നൊരു കൺവെൻഷൻ, മേ ബി ഒരു 15 ഇയേഴ്സിന് മുമ്പ്. ഞാനൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്നു, അത്രയും പഴക്കത്തിൽ, 20 ഇയേഴ്സ്, ഒത്തിരി പഴയതായിട്ട്. ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. ഒരു പാസ്റ്റർ അപ്പച്ചൻ ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ വീഡിയോയിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് പോഡിയത്തെ കൊണ്ടുവെക്കുന്നു. എൻ്റെ ലോക്കൽ ടൗണിൽ നടന്ന കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് റിവൈൻഡ് ചെയ്ത് നോക്കി. ഞാൻ കണ്ടു അത് ഞാനായിരുന്നു. ഞാനിങ്ങനെ
അന്ന് രാവിലെ പ്രാർത്ഥിക്കാനുള്ള വലിയ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കർത്താവ്, ഇന്ന് എന്നെ ലജ്ജിപ്പിക്കല്ലേ, നാണിപ്പിക്കല്ലേ. ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കർത്താവ് പറയാ, നീ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളവും കൊണ്ട് ആ പാസ്റ്ററിന്റെ പോഡിയത്തെ കൊണ്ടുവച്ചില്ലേ? ഇന്ന് നിന്റെ മുമ്പിൽ ഞാൻ പറ്റിപ്പോകാത്തൊരു ഉറവയെ തുറക്കാം. പക്ഷെ ഞാനിത് എങ്ങും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളിൽ ചിലരെ പാസ്റ്റർ പോലും അറിയാതെ in secret you honor God. നിങ്ങളുടെ അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല. പക്ഷെ കാനഡയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചിലരോട് പരിശുദ്ധ പറയുന്നു, നിന്നെ ഈ മണ്ണിൽ തല താണു പോകാൻ കർത്താവ് അനുവദിക്കും. ഇന്നത് ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല പാസ്റ്റർ. ഈ കൺവെൻഷന്റെ ഈ യൂത്ത് സെഷൻ കൺക്ലൂഡ് ചെയ്യും, എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ഹോളിന്റെ ഏത് മൂലയിൽ നിന്നാലും ഈ പുതപ്പിപ്പം നിങ്ങളുടെ മേൽ വന്ന് വീഴും. A mantle of servanthood, a mantle of being submissive. Elisha was so hungry, so thirsty. He asked for the double portion. Do you know how the world know Elisha? People introduced him. There is a man who poured water for his master Elijah. യജമാനന്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശായെ, നീ പ്രായത്തിലൊക്കെ ചെറുതായിരിക്കും, പക്ഷേ വലിയ അച്ചാച്ചന്മാർക്ക് കിട്ടാത്ത ഒരു പുതപ്പ്. നിങ്ങൾ ചില ഭയങ്കരമായിട്ട് യേശുപ്പിച്ചിട്ട് ഇനി അങ്ങനെ വർഷിപ്പ് ചെയ്യാൻ പോവാ. ഇൻ സീക്രട്ട് നിങ്ങളുടെ വർഷിപ്പിന്റെ സ്റ്റൈല് മാറാൻ പോകുന്നു. നിങ്ങളുടെ പ്രയറിന്റെ സ്റ്റൈല് മാറാൻ പോകുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ ചിലർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. 10 minutes പ്രേ ആൻഡ് സ്ട്രഗിൾ ചെയ്തവരുണ്ട്, 30 minutes പ്രേ ആൻഡ് സ്ട്രഗിൾ ചെയ്തവരുണ്ട്. ബട്ട് ടുഡേ ദ ലോർഡ് ഈസ് ചേഞ്ചിങ്. അതിനെ ഔട്ട് ഓഫ് ലവ് ഈ മാൻഡിനകത്ത് അതുണ്ട്. വിട്ടുപിരിയാൻ യു കനോട്ട് ലീവ്. കണ്ണുകളെല്ലാം അടച്ച്, കണ്ണുകളെല്ലാം അടച്ച്. Pastor, please come on the stage. മക്കളെ പോയി നിന്നാട്ട് മക്കളെ. We're going to pray for you, okay? You can take your position. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. Linked in Christ. Linked in Christ. Linked in Christ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സെഷനകത്ത് നിറഞ്ഞു നിന്ന ദൈവസാന്നിധ്യം ഈ റൂമിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ പ്രസൻസ്, അവരുടെ ചെയറിൽ പോയി നിന്നാലും, ഒരു വീട്ടിൽ പോയി നിന്നാലും, ഒരു കോളേജിലോ യൂണിയനിലോ വർക്ക് പ്ലേസ്, അവരുടെ സ്ട്രഗിളിലോ മരണത്തിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ ഒന്നിനും വേർപിരിക്കാൻ പറ്റാത്ത who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. താങ്ക് യു, താങ്ക് യു. അഭിഷേകം
എൻ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല. Come on, lift your hands and sing unto the Lord. അഭിഷേകം എൻ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, hallelujah. Come on, lift your voices. Hallelujah, hallelujah. അഭിഷേകം എൻ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം യേശുവേ, അങ്ങയുടെ സാന്നിധ്യം, ആത്മനിറവ്, അഭിഷേകം, പരിശുദ്ധാത്മാവേ, you are my treasure. Holy Spirit, Holy Spirit. Oh, അഭിഷേകം, oh, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. Hallelujah, hallelujah, താങ്ക് യു ജീസസ്. കരമേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവനുഭവിച്ച ദൈവമക്കൾ, ആമേൻ, കർത്താവിനോടൊരു കവനൻ്റ്, ആമേൻ, അതിലൊരു ഉടമ്പടി ബന്ധത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ ആർക്കും മാറ്റുവാൻ കഴിയാതെ അതേ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹസ്പർശം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഓ ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവത്തോടെ കർത്താവിൻ്റെ സ്നേഹം ഒത്തിരി അനുഭവിച്ചറിഞ്ഞ് ആ സന്തോഷത്തിൽ, ആ സമാധാനത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാകട്ടെ. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം. കർത്താവെ, ഒത്തിരി മിഷണറിമാരെ, ഒത്തിരി അഭിഷക്തന്മാരെ, അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കുഞ്ഞുങ്ങളെ ദേശത്ത്, കുടുംബങ്ങൾക്ക്, അടുത്ത തലമുറയ്ക്ക്, ദേശത്തിന്, കർത്താവെ, ചാർച്ചക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, അനേക അഭിഷക്തന്മാർക്ക് തണലായി, തണുപ്പായി, അനുഗ്രഹമായി ഈ കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, നിൻ്റെ സ്നേഹത്തെ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ, കർത്താവെ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, കരുതുവാൻ, വാത്സല്യത്തോടെ അങ്ങയുടെ കണ്ണുകൊണ്ട് കാണുവാൻ, അങ്ങയുടെ സ്നേഹം പങ്കുവെക്കുവാനുള്ള വലിയ നിയോഗം ഈ കുഞ്ഞുങ്ങളുടെ മേൽ അവിടെ നിന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ ദാസനിലൂടെ ആത്മശക്തിയുടെ നിറവിൽ
അഭിഷേകത്തിൻ്റെ നിറവിലവർന്ന് പകർന്നതിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതൊരു പുതിയ തുടക്കം, പുതിയ സൃഷ്ടി, പുതിയ അനുഭവം, പുതിയ നന്മ, പുതിയ വെളിപ്പാടുകൾ, ദൈവിക ജ്ഞാനം, ദൈവകൃപ, അതെല്ലാം ഞങ്ങളുടെ മേൽ അവിടുന്ന് ഒരുമിച്ച് പകർന്നതിന് സ്തോത്രം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കർത്താവ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്നതിന് സ്തോത്രം. ഞങ്ങളുടെ അഭിഷക്തദാസനെ ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അനേക ഇടങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഡോക്ടർ ബ്രസൻ മേമനിക്ക് എന്ന് സ്തോത്രം ചെയ്തേ. അനേക യുവതി യുവാക്കളെ കർത്താവിൻ്റെ വേലയ്ക്കായി നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ ദാസന്റെ മേലെ ഒന്ന് കരമുയർത്തിക്കാട്ടെ. ആമേൻ. അപൂർവങ്ങളിൽ അപൂർവം ആ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ, ആ ദൈവ സ്നേഹത്തിൽ കുഞ്ഞുങ്ങളോട് ആമേൻ തൻ്റെ ഹാർട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ അഭിഷക്തനെ അധികാരത്തോടും അഭിഷേകത്തോടും ദൈവകൃപയോട് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച ഞങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ഞങ്ങൾ നനച്ചതല്ല, ഞങ്ങൾ തീരുമാനിച്ചതല്ല. ആമേൻ. അങ്ങയുടെ ദാസൻ ഞങ്ങളുടെ മധ്യത്തിൽ വന്നത് ആമേൻ അങ്ങയുടെ നിയോഗം, അങ്ങയുടെ ആമേൻ വിശ്വസ്തത ഈ സഭയെ, ദൈവജനത്തെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ യുവതി യുവാക്കളെ അവിടുന്ന് സ്നേഹിക്കുന്നതിനാ. Lord, we thank you for your anointed servant. Hallelujah. We thank you for his ministry. We thank you for his family. എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ സൗരഭ്യവാസനയായി അനേക ഇടങ്ങളെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ. ഒരു തീക്കൊള്ളിയായി, അഗ്നിജ്വാലയായി അനേകരിലേക്ക് ആത്മാവിൻ്റെ ശുശ്രൂഷ പകരപ്പെടുന്ന ആമേൻ ഒരു അഭിഷേക യാത്രയായി ആമേൻ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ആമേൻ ഓരോ പ്രദേശങ്ങളിലും കടന്നു ചെന്ന് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളുടെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങൾ മിനിസ്ട്രിയെ, കുടുംബത്തെ, യാത്രകളെ, ആരോഗ്യത്തെ, ആയുസ്സിനെ, തൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത, സമാധാനം, സന്തോഷം എല്ലാം കൊടുത്ത് കർത്താവ് മാനിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം. സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ നാമത്തിൽ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 6:30 നമ്മൾ കൺവെൻഷൻ്റെ അടുത്ത സെഷൻ ആരംഭിക്കുന്നു. ഞാൻ വിചാരിക്കുക നിങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സെഷൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലൂടെ ആമേൻ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നാളെയും ആമേൻ നമുക്ക് സഭായോഗമായി, കർത്താവിൻ്റെ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് അതെ കിങ്സ്ഡെയിൽ കമ്മ്യൂണിറ്റി സെൻ്ററിൽ കൂടുവാൻ കർത്താവ് കൃപ തരും. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണത്തെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഒരുമിച്ച് വാങ്ങിച്ച് സ്തോത്രം ചെയ്ത് ആമേൻ ഹല്ലേലൂയ ഒരുമിച്ച് കടന്നു പോകാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദം പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓക്കെ. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ആശീർവാദം സ്വീകരിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹാകൃപ ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യവും കൃപയും ആമേൻ ഹല്ലേലൂയ ലോകത്തിലെമ്പാടും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന വിശുദ്ധ ഗണങ്ങളോട് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം ആമേൻ ഐശ്വര്യത്തോടെ അങ്ങനെ പാടി മഹത്വപ്പെടുത്തി സൃഷ്ടിച്ച കർത്താവിൻ്റെ ദാസനോട്, കുടുംബത്തോട്, ആമേൻ ദൈവസഭയോട്, ഇവിടെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ വരവ് ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് ഈ പകൽ ആമേൻ നമുക്ക് ജയം തന്ന കർത്താവിനെ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ ഉച്ചത്തിൽ നമുക്ക് സ്തോത്രം ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ